കുണ്ടൂർ കുത്തിയത്തോട് പാലം പായത്തുരത്തിലേക്ക് മാറ്റിയതിന് പിന്നിൽ അഴിമതിയുണ്ടെന്ന് ആവർത്തിച്ച് NDA. മന്ത്രി പി രാജീവിന്റെ ഓഫീസിൽ MLA വിളിച്ചു ചേർത്ത യോഗം 25 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചത് ഇതിന് തെളിവാണ്. 25 കോടിയുടെ പാലം പേരുമാറ്റി സ്ഥാപിച്ചത് അഴിമതിയല്ലാതെ മറ്റെന്താണെന്ന് NDA നേതാക്കൾ മാളയിൽ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. 2024 ജനുവരി 8-ന് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ പത്തടിപ്പാലം ഗസ്റ്റ് ഹൗസിൽ കുണ്ടൂർ കുത്തിയത്തോട് പാലം അജണ്ടയാക്കി യോഗം ചേർന്നു. ഉച്ചയ്ക്ക് 3:20-ന് ആരംഭിച്ച യോഗത്തിൽ MLA സുനിൽകുമാർ, കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ, വാർഡംഗങ്ങൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്രസ്തുത യോഗത്തിൽ വെച്ച് കുത്തിയത്തോട് പ്രദേശത്തെ ജനങ്ങളുടെ എതിർപ്പുള്ളതുകൊണ്ട് പാലം പായത്തുരുത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉണ്ടായേക്കാവുന്ന ഗുണങ്ങളെക്കുറിച്ച് സുനിൽകുമാർ MLAയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയനും മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതായി മിനിറ്റ്സിൽ പറയുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് BJPയും NDAയും അഴിമതി ആരോപണം ശക്തമാക്കുന്നത്. എത്രയോ സ്ഥലം അപ്രോച്ച് റോഡിന് വേണ്ടി വില കൊടുത്ത് വാങ്ങണം. ഈ വില കൊടുത്ത് ഇത്രയും ഭൂമി വാങ്ങുന്നതിനാണോ ലാഭം? 8 സെന്റ് സ്ഥലം അവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങുന്നതാണോ ലാഭം? മാത്രമല്ല, അവിടുത്തെ പുറമ്പോക്ക് അളന്നാൽ തന്നെ ആ റോഡിനുള്ള സ്ഥലം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. കുണ്ടൂർ ഭാഗത്താണ് അങ്ങനത്തെ വിഷയങ്ങളില്ല. ഈ 2 കുത്തിയതോടും കുണ്ടൂരുമുള്ള മെയിൻ റോഡുമായി ബന്ധിപ്പിക്കുന്ന പാലമാണത്. ഇത് എറണാകുളം ജില്ലയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന പാലമാണത്. മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാവാനുള്ള പല കാരണങ്ങളും ഇതാണ്. ഒന്നാമത്തെ കാരണം ഇത് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ശുപാർശ പ്രകാരമാണ് MLA പി രാജീവിൻ്റെ ഓഫീസിൽ പോയി പാലം മാറ്റാനുള്ള തീരുമാനമെടുത്തത് എന്ന് പറയുന്നത്. സത്യത്തിൽ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ അവർ പോയതും തീരുമാനിച്ചത് ശരിയാണ്. പക്ഷേ 25 മിനിറ്റാണ് മന്ത്രിയുടെ മിനിറ്റ്സിലെ ഓഫീസിലെ മിനിറ്റ്സിലെ പകർപ്പ് ഞങ്ങൾക്ക് രേഖാമൂലം കിട്ടിയിട്ടുള്ളത്. 25 മിനിറ്റാണ് ഈ MLA അടക്കമുള്ള ആളുകൾ അവിടെ ചർച്ച ചെയ്തത്. ഈ 25 മിനിറ്റ് കൊണ്ട് ഈ യോഗം തുടങ്ങിയ സമയവും യോഗം അവസാനിച്ച സമയവും വളരെ കൃത്യമായി ഞങ്ങൾക്ക് രേഖാമൂലം തന്നിട്ടുണ്ട്. അവിടെ ചെന്ന ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. കുടൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പിന്നെ 2 മെമ്പർമാർ അടക്കമുള്ള, പിന്നെ അവിടുത്തെ എഞ്ചിനീയേഴ്സ്, ഇത്രയും ആളുകളാണ് ഈ പാലത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. അവർ 25 മിനിറ്റ് കൊണ്ട് 25 കോടി പാലത്തിന്റെ തീരുമാനം മാറ്റി മറിച്ചു എന്നുള്ളതാണ്. 25 മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിച്ച പദ്ധതി വിശകലനത്തെയും ഇവർ ചോദ്യം ചെയ്യുന്നു. പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മാറ്റിക്കൂടെ എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നതും MLA പറയുന്നതും ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ ആവശ്യപ്പെടുത്ത് തന്നെയാണ്. MLA പറയുന്നു, MLAയുടെ ആഗ്രഹപ്രകാരം അത് കുത്തിയോട് പാലം തന്നെയാണ് വരേണ്ടത്, പായത്തുരുത്തിലേക്ക് അല്ല വരേണ്ടതെന്ന് അറിയാം. പക്ഷേ ഇവിടെ വെച്ചാൽ അത് ലാപ്സായി പോകും. അതിന് പകരം എന്നാ പാലം അപ്പുറത്ത് പണിതോട്ടെ എന്നുള്ള കഷ്ടപ്പാടിലാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തീർത്തു കൊടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പാലം പണിയാനായിട്ട് MLA മുന്നോട്ട് വരുമോ ഇല്ല എന്നുള്ള MLA പറയട്ടെ. അത് MLA ഒരിക്കലും പറയില്ല. കാര്യം ഈ പറഞ്ഞ ഭാവപ്രകടനങ്ങളെല്ലാം നാടകീയം മാത്രമാണ്, അതൊന്നും ആത്മാർത്ഥമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലുള്ള 8 മീറ്റർ അപ്രോച്ച് റോഡ് കംപ്ലീറ്റഡ് ആണ്. ഈ പാലം ലാൻഡ് ചെയ്യുന്ന അവിടം വരെയുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള 8 മീറ്റർ റോഡിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അവിടെ റോഡ് റെഡിയാണ്. ഈ പാലം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് കഴിഞ്ഞു. ആ നേരം ഈ പറയുന്ന പുതിയ സ്ഥലത്ത് പാലത്തിൻ്റെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പാലത്തിൻ്റെ അവിടേക്ക് പോകാനായിട്ട് ഓട്ടോറിക്ഷ പോകാൻ പോലുള്ള വഴിയില്ല. അപ്പോൾ 2 സ്ഥലത്തും വഴി പണിത് വരുമ്പോഴുള്ള കാലതാമസവും അവിടെ സ്ഥലം കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അവർക്ക് ഇവിടുത്തെ പാലപ്പുറത്തേക്ക് മാറ്റാൻ തോന്നുന്നത്? അപ്പോൾ ഇത് ഉദ്ദേശം അതല്ല. ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഈ പ്രോജക്റ്റ് അങ്ങോട്ട് മാറ്റിയെന്ന് വരുത്തി തീർക്കുക, ആ പ്രോജക്റ്റിൻ്റെ പണി തുടങ്ങുക, അവിടെയുള്ള കുറച്ച് ആളുകൾക്ക് ഗുണം ചെയ്യാനായിട്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയകൾ അവിടെ സ്ഥലം വിൽപ്പന നടത്തുക, കുറച്ച് പ്രസ്ഥാനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടത്തുക എന്നുള്ളത്. ഇത് കുറച്ച് കുത്തക മുതലാളികൾക്ക് വേണ്ടി മാത്രം LDFന്റെ MLA പണിയെടുക്കുന്നു എന്നുള്ളതാണ്. പായത്തുരുത്തിലെ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് പാലത്തിന്റെ അലൈൻമെന്റ് മാറ്റിയതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ ടൈം, മാള.